MT അവതരിപ്പിച്ചു. സിന്ധു എന്നൊരു പ്രേക്ഷക ചേർത്തലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സിന്ധു. സാർ, എൻ്റെ അസുഖമായി ഹോസ്പിറ്റലായ നിമിഷം മുതൽ നമ്മൾ പ്രാർത്ഥനയിലാണ്. ഇന്നലെ മരണ വിവരം അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, ഓരോ കഥാപാത്രവും, സുമിത്രയും ഓരോ കഥാപാത്രവും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തിങ്ങി വരികയാണ്. ഓരോ കാഴ്ചകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുകഥ പോലും, അതായത് കുപ്പായം എന്നൊരു ചെറുകഥയിലെ കഥാപാത്രം തൊട്ട് ഓരോ കഥാപാത്രങ്ങളെയും നമ്മളിങ്ങനെ നെഞ്ചേറ്റി ലാളിക്കുന്ന കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എല്ലാം ഓർക്കുമ്പോൾ ആ വിയോഗം മലയാളത്തിന്റെ വലിയ നഷ്ടം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സാർ. വ്യക്തമാണ്. മഞ്ജുഷ, എഴുത്തുകാരൻ ആരുടെ പക്ഷത്ത് എന്ന് പലപ്പോഴും ഇന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എഴുത്തിനു വേണ്ടിയാണെന്ന് തെളിയിക്കാൻ MTക്ക് കഴിയും. വായനക്കാരുടെ പക്ഷത്താണ് താൻ എന്ന് MT തെളിയിച്ചതാണ്, തൻ്റെ എഴുത്തിലൂടെ അദ്ദേഹം തെളിയിച്ചതാണ്. ഇപ്പോൾ സംസാരിച്ച എല്ലാവരും തന്നെ MTയുടെ കൃതികൾ വായിച്ചവരാണ്. മാത്രമല്ല അതിൻ്റെ സൂക്ഷ്മ തലങ്ങൾ പോലും അവർക്ക് അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ സിന്ധു എന്നുള്ള പ്രേക്ഷക ചേർത്തലയിൽ നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് കുപ്പായം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ അധികം പ്രശസ്തമാകാത്ത രചനകൾ പോലും എല്ലാവരും വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി കാണുന്നത്. മാത്രമല്ല അതിൻ്റെ അതിസൂക്ഷ്മ തലങ്ങൾ പോലും ഇവർക്കറിയാം, വായനക്കാർക്ക് അറിയാം. അത് ഒരു നിരൂപകൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നിരൂപകൻ്റെ സ്വന്തം കണ്ണിലൂടെ, അതായത് വിമർശനാത്മകമായി തന്നെ ഇത്തരത്തിലുള്ള സൃഷ്ടികളെ സമീപിക്കുവാൻ വായനക്കാർക്ക് അറിയാം എന്നതിൻ്റെ ഉദാഹരണമാണ്. MTയെ വായിച്ചിട്ടുള്ളവർ അതിസൂക്ഷ്മമായിട്ട് തന്നെ ആ കൃതികളെ വിലയിരുത്തിയവരാണ്, അല്ലേ? MTയുടെ പ്രശസ്തമായ കൃതികളൊക്കെ വായിക്കാത്തവർ കുറവാണ്. അവരുടെ എണ്ണം എടുത്താൽ വായിക്കാത്തവരുടെ എണ്ണം വളരെ കുറവായിരിക്കും, വായിച്ചവരുടെ എണ്ണം തന്നെയായിരിക്കും കൂടുതലും. 4 കെട്ട് വായിച്ചവരും അസുരവിത്തും കാലവും മഞ്ഞും വിലാപയാത്രയും രണ്ടാം മുഴുവും ഒക്കെ വായിച്ചവർ എന്ന് പറയുന്ന ലക്ഷക്കണക്കിനാണ് കേരളത്തിലുള്ളത്. അത് ഓരോ തലമുറകളുടെ കണക്കെടുത്താൽ അതിൽ പല ലക്ഷങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇപ്പോൾ MT വാസുദേവൻ നായരുടെ ഭൗതിക ശരീരവുമായിട്ട് വാഹനം മാവൂർ ശ്മശാനത്തിലേക്ക് വരുന്ന കാഴ്ചയാണ്. MT നടന്ന വഴികളാണ് ഇത്. വർഷങ്ങളോളം MT നടന്ന വഴികൾ. MTയെ കാണുവാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു പല സമയങ്ങളിലും. MT പൊതുവേ ഒരു തുറന്ന് സംസാരിക്കുന്നയാളല്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. MT എല്ലാവരോടും സംസാരിക്കുന്നതിൽ അങ്ങനെ പിശുക്കില്ലാത്ത ഒരാളായിരുന്നില്ല. അദ്ദേഹം സംസാരത്തിലുമൊക്കെ പിശുക്ക് കാട്ടിയിരുന്ന ആളായിരുന്നു MT വാസുദേവൻ നായർ. പക്ഷേ അദ്ദേഹം മനസ്സുകൊണ്ട് എല്ലാം കാണുമായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തിത്വങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി രൂപാന്തരപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം അകക്കണ്ണുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറമേയുള്ള ഭാവം അല്പം പരുക്കനാകാറുണ്ടായിരുന്നു പലപ്പോഴും. എന്ന് വെച്ചാൽ അദ്ദേഹം കണ്ട ഭാവം നടിക്കാതെ പോകുന്നു എന്നുള്ള പരാതി ആരാധകർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു മോശമൊരു കാര്യമെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹം ഈ സമൂഹത്തിന് ഒപ്പം ജീവിച്ചത് 91 വർഷങ്ങളാണ്. അദ്ദേഹത്തിന് എല്ലാവരെയും അറിയാം, എല്ലാം അറിയാം, അദ്ദേഹം എല്ലാം കാണുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം എല്ലാം കാണുന്നുണ്ടായിരുന്നു, ചുറ്റുപാടുമുള്ള എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനെ അദ്ദേഹം സാഹിത്യ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സാഹിത്യ രചനകളിലൂടെ അദ്ദേഹം ആസ്വാദകരുടെ മുന്നിലേക്ക്, വായനക്കാരുടെ മുന്നിലേക്ക് എത്തുകയും അവരുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ സംസാരിച്ച എല്ലാവർക്കും പറയുവാനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ, അത് മരണം ഒരു യാഥാർത്ഥ്യമാണ്, അത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോഴും ആ ശൂന്യത അത് എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിറയുന്നത്. പക്ഷേ അവിടെയും ഒരാശ്വാസം കണ്ടെത്തുന്നത് ഈ കൃതികൾ ഇനിയും വായിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. കാരണം അത് എപ്പോൾ വായിച്ചാലും അതിനൊരു മടുപ്പുണ്ടാവുകയില്ല. ഇന്ന് തന്നെ MT വാസുദേവൻ നായർ നമുക്കൊപ്പം ഇല്ല എന്നറിഞ്ഞ ഉടൻ തന്നെ ഈ പുസ്തകങ്ങൾ വീണ്ടും വായനയ്ക്കെടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാം. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ബുക്ക് സ്റ്റോളുകളിൽ MTയുടെ കൃതികൾക്കുള്ള തിരക്കുകൾ നമുക്ക് കാണേണ്ടി വന്നേക്കാം. അതിനും അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇതുവരെ വായിക്കാത്ത ആളുകൾ പോലും MTയെ വായിച്ചു തുടങ്ങാനും ഇപ്പോൾ ഇതൊരു നിമിത്തമായി മാറിയേക്കാം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മരണം ഒന്നിൻ്റെയും അവസാനമല്ല, മരണം ചിലതിൻ്റെയൊക്കെ തുടക്കമാണ് എന്നും ഒരു തത്വമാണ്. അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് MT വാസുദേവൻ നായർ മടങ്ങുന്നത്. അദ്ദേഹം
ഒരു മാർഗദർശിയാണ് നമുക്കെല്ലാവർക്കും. അത് അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ ഇല്ലാതാകുന്നില്ല. അത് കൂടുതൽ തിളക്കത്തോടെ അദ്ദേഹം ഇതുവരെ ഏത് രീതിയിലാണോ പ്രകാശം പരത്തിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും ഇനിയുള്ള കാലവും. അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം മാവൂർകോട് ശ്മശാനത്തിലേക്ക് വരികയാണ്. മാവൂർകോട് ശ്മശാനത്തിലെ സ്മൃതി പഥത്തിലാണ് അദ്ദേഹത്തിന് അന്ത്യനിദ്ര ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഔദ്യോഗിക ബഹുമതികൾ നൽകും. അതിനാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ കാത്തു നിൽക്കുന്നത്. ചടങ്ങ് വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മറ്റ് മതപരമായ ചടങ്ങുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ആയിരുന്നു. ഇപ്പോൾ ഭൗതിക ശരീരം മാവൂർകോട് ശ്മശാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഔദ്യോഗിക ബഹുമതികൾ നൽകും. അതിനുശേഷം സംസ്കാരം നടക്കും. പുതിയ ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മടക്കമാണ് കാണുന്നത്. കോഴിക്കോട് നഗരത്തിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ MT സഞ്ചരിച്ച വഴികൾ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ എന്ന രീതിയിൽ MT അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിത സമയത്ത് തന്നെ അദ്ദേഹം പത്രാധിപർ എന്ന രീതിയിൽ കേരളമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു സമയത്ത്, എഴുത്തുകാർ അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കാൻ കാത്തു നിന്നിരുന്ന ഒരു സമയത്ത് തങ്ങളുടെ എഴുത്തിന് MTയെ കൊണ്ട് ഒരു അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളത് അന്ന് ഓരോ എഴുത്തുകാരുടെയും ഒരു സ്വപ്നമായിരുന്നു. 70കളിലും 80കളിലുമൊക്കെ ആ സമയത്ത് MTക്ക് കൃതികൾ അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു മറുപടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പുതിയ എഴുത്തുകാരുടെ ഒരു തലമുറയുണ്ടായിരുന്നു. അത് കോളേജ് ക്യാമ്പസുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് MT തങ്ങളുടെ കൃതികൾ അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു. MT അംഗീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കൃതികൾക്ക് ഒരു വിലയുണ്ടാകുമെന്ന് കരുതിയിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയിൽപ്പെട്ടവർ പിന്നീട് പലരും MT കണ്ടെടുത്ത ചില മുത്തുകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പിന്നീട് മലയാള സാഹിത്യ ലോകത്ത് അവരുടേതായ ഇരിപ്പിടങ്ങളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരുടെ അനുസ്മരണവും രാവിലെ കേട്ടതാണ്. തങ്ങളുടെ ഗുരുനാഥനെ പറ്റി അവർ സ്വയം മനസ്സുകൊണ്ട് MT വാസുദേവൻ നായരെ ഗുരുനാഥനായി അംഗീകരിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മാതൃഭൂമിയിൽ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആ കാലമാണ്. ആ സമയത്ത് അദ്ദേഹം ഇതിന് ഒരു തരത്തിലുള്ള ലോഭവും കാണിച്ചിരുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പലപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. പുതിയ തലമുറയിൽ പ്രഗത്ഭരായ എഴുത്തുകാരുണ്ട്, വായനക്കാരുണ്ട്. വായനയിലൂടെ എഴുത്തുണ്ടാവുകയുള്ളൂ എന്ന് MT ആവർത്തിച്ച് പറയുമായിരുന്നു. MT ഒരു വായനക്കാരനായിരുന്നു. അദ്ദേഹം രാവിലെ കാരശ്ശേരി മാഷ് അനുസ്മരിച്ചതുപോലെ ആരോഗ്യം അനുവദിക്കാത്ത സമയത്ത് പോലും ഒരു ദിവസം വാസുദേവൻ നായർ എത്ര പേജുകൾ വായിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ 50 പേജുകളെ വായിക്കാൻ കഴിയുന്നുള്ളൂ കാരശ്ശേരി എന്ന് പറഞ്ഞ ഒരു MT ഉണ്ട്. അപ്പോൾ ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് വായന എത്ര പേജുകളുടേതാണെന്ന് ചോദിച്ചപ്പോൾ MT പറഞ്ഞത് 300 പേജുകൾ ഒരു ദിവസം ഞാൻ വായിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ 300നെ ഒരു വർഷത്തെ ദിവസങ്ങളുമായി കണക്ക് കൂട്ടുമ്പോൾ എത്ര ആയിരക്കണക്കിന് പേജുകളാണ് MT ഒരു വർഷം വായിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കാരശ്ശേരി മാഷ് അത്ഭുതത്തോടു കൂടി ഇക്കാര്യം ഇന്ന് പറയുകയാണ്. അത് MT എന്ന വായനക്കാരനെയാണ്. MTയുടെ അടുത്ത് എത്തി ഒന്ന് സംസാരിക്കാൻ കൊതിച്ചു നിൽക്കുന്ന ആളുകൾ പോലും ഇന്ന് രാവിലെ പറഞ്ഞിരുന്ന കാര്യമാണ്. MTയെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു കെട്ട് പുസ്തകം ഇരിക്കുന്നുണ്ടാവും. അത് പലതും വിശ്വസാഹിത്യത്തിലെ ക്ലാസിക്കുകളായിരിക്കും. MTയെ കുറിച്ചുള്ളൊരു വിമർശനം പലപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. MT ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ മാത്രം സാഹിത്യ സൃഷ്ടി നടത്തുന്നയാളാണ് എന്ന്. അതായത് ലോക സാഹിത്യത്തെ പറ്റി MTക്ക് അധികം ബോധ്യമില്ലേ എന്നുള്ള സംശയം വരുന്ന സമയത്ത് പോലും MT വാസുദേവൻ നായർ വായിച്ചിരുന്നത് ലോക ക്ലാസിക്കുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്ക് മാർക്കുകളിൽ പലപ്പോഴും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ലോക ക്ലാസിക്കുകളുടെ ഓരോ പേജിലുമായിരുന്നു അദ്ദേഹം ഈ ബുക്ക് മാർക്കുകൾ വെച്ചിരുന്നത്. അങ്ങനെ MT വാസുദേവൻ നായർ വലിയൊരു വായനക്കാരനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുത്തിൽ ഒരു പ്രത്യേക നിഷ്ഠ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കഥാ പരിസരമുണ്ടായിരുന്നു. ആ പരിസരം വിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്നത് വളരെ അപൂർവമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം സ്വമനസാലെ ഉണ്ടാക്കിയെടുത്ത ഒരു കഥാ പരിസരമായിരുന്നു. അതിലൂടെ തന്നെ അദ്ദേഹം ആസ്വാദകരുടെ ഉള്ളിൽ, അദ്ദേഹത്തിൻ്റെ വായനക്കാരുടെ ഉള്ളിൽ ഇടം നേടി എന്നുള്ളതായിരുന്നു ആ എഴുത്തിൻ്റെ ഒരു ചരിത്രം, ആ എഴുത്തിൻ്റെ ഒരു പ്രതിഭ ഒരിക്കലും പറ്റാത്ത ആ എഴുത്തിൻ്റെ ഒരു സർഗ വൈഭവം എന്ന് വേണമെങ്കിൽ പറയാം. MT വാസുദേവൻ നായരുടെ മൃതദേഹം കോഴിക്കോട് മാവൂർകോട് ശ്മശാനത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും. MT വാസുദേവൻ നായർ ഇനി എരിഞ്ഞടങ്ങുന്നതിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ മലയാളത്തിൻ്റെ ഈ സുഹൃതത്തെ യാത്രയാക്കുകയാണ് കേരളം. പല പേരുകളിൽ MT വാസുദേവൻ നായരെ വിശേഷിപ്പിക്കാം. അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് നിളയുടെ കഥാകാരനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ
അദ്ദേഹത്തിൻ്റെ സിനിമാ പേരുകൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമായിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള ഒരുപാട് വിശേഷണങ്ങൾ ബാക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗ്ഗവാതിൽ തുറക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ ചെറുകഥയാണിത്. സ്വർഗം തുറക്കുന്ന സമയം ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന രീതിയിൽ സിനിമയായതാണ്. അതിൻ്റെ തിരക്കഥാരൂപം ഒട്ടേറെ ആളുകൾ വായിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ MTയുടെ കുടുംബാംഗങ്ങളും ശ്മശാനത്തിലേക്ക് എത്തുകയാണ്. ഇനി സംസ്കാര ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. യെസ്, മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ MTയെ വിമർശനാത്മകമായി കണ്ട പല ആളുകളും പലതരം ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആംഗലേയ കവി ജോൺ മിൽട്ടനെ പോലെ ഗൂഢമായൊരു സ്ത്രീ വിദ്വേഷം MT സൂക്ഷിച്ചിരുന്നോ എന്ന് ചിലർ സംശയിച്ചു. പക്ഷേ പഞ്ചാഗ്നി അത് മാറ്റിക്കൊടുത്തു. MTയുടെ കഥാപാത്രങ്ങളിലായ സ്ത്രീകൾ അബലകളാണ് എന്ന വാദം ചിലർ. പക്ഷേ അതൊക്കെ തൻ്റെ എഴുത്തുകൊണ്ട് തന്നെ MT തിരുത്തി. മലയാളിക്ക് അടുത്ത് കണ്ട അമ്മയും സഹോദരിയുമൊക്കെ MTയുടെ കഥകളിൽ എഴുതിച്ചിരുന്നു. മലയാളി അത്രമാത്രം അത് ഉൾക്കൊണ്ടു.